ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ബലൂൺ പോലെ പൊങ്ങി വരുന്ന നല്ലൊരു പൂരി ഉണ്ടാക്കാം. ഇത് കറിയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പൂരിയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് മൈദയൊന്നും ചേർക്കാതെ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നല്ല ബലൂൺ പോലെ ഇതേപോലെ പൊങ്ങി വരും. വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത്, വെളിച്ചെണ്ണയോ എണ്ണയോ എന്തായാലും മതി. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർത്തേക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ ഈ ഒഴിച്ച എണ്ണ ഏതായാലും അത് നന്നായിട്ടൊന്ന് ഈ പൊടിയിലൊക്കെ ആവുന്നവരെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക, നമ്മൾ പുട്ടിനാനക്കണ പോലെ. അതിന് ശേഷം നമുക്ക് നേരിയ ഒരു ചൂടുവെള്ളം ഒഴിച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നേരിയ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുക. അത് തിളച്ച വെള്ളമല്ല, നേരിയ ചൂടുവെള്ളമാണ്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ റവ ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്, പഞ്ചസാര ചേർക്കുന്നത് പൂരിക്ക് നല്ല നിറം ഉണ്ടാവാനാണ്. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ഇത്തിരി എണ്ണയും കൂടി തടവിയിട്ട് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ പൊടി മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബോൾ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പരത്തി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡൊന്നും പൊട്ടാതെ കിട്ടും. അപ്പോൾ ബോൾ ഉരുട്ടുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് ചപ്പാത്തി പലകയിൽ ഇത്തിരി എണ്ണ പുരട്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് സാവധാനം ഒന്ന് പരത്തിയെടുക്കുക. നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ബോൾ ഉരുട്ടുമ്പോൾ എപ്പോഴും ഒട്ടും ക്രാക്കില്ലാതെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഒട്ടും തന്നെ സൈഡൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് ഇപ്പോൾ ചപ്പാത്തി ആയാലും പൂരി ആയാലും ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ പരത്തിയെടുക്കുക. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. നമുക്ക് പൂരി ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സൈഡൊക്കെ പൊട്ടി വരുന്ന ആണെങ്കിൽ നമുക്കൊരു പാത്രം വെച്ച് അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിത് ഒട്ടും തന്നെ എൻ്റെ ഇതുപോലെ ചപ്പാത്തി ആയാലും പൂരി ആയാലും സൈഡൊന്നും പൊട്ടാതെ തന്നെ ഞാനിതുപോലെ തയ്യാറാക്കിയെടുക്കും. അപ്പോൾ മാവ് കുഴക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കുഴക്കുക. ഇതേപോലെ ഒന്ന് അരമണിക്കൂറൊന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് മാവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഓരോ പൂരി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. നല്ല കോമളകളോടുകൂടി പൊങ്ങി വരുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ അടിയിലേക്കൊന്ന് താഴേക്ക് മുട്ടുന്ന വിധത്തിലൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഇതൊന്ന് പോലെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. നല്ല കുമിളകൾ പോലെ പൊങ്ങി വരുന്നതുകൊണ്ട് ഇതിന് നമുക്ക് കറി ഒന്നുമില്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അത്രയും നല്ല സോഫ്റ്റുമാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എളുപ്പമല്ലേ? കറി വേണമെങ്കിൽ കറി കൂട്ടി കഴിക്കാം, വെറുതെ വേണമെങ്കിൽ വെറുതെ കഴിക്കാം. നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പൂരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമ്മളൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതേപോലെ നല്ല കുമിളകളായിട്ട് നല്ല സൂപ്പർ പൂരിയാണ്. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.